എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ട്രാവൽ വീഡിയോ ഒന്നുമല്ല കേട്ടോ, ചെറിയൊരു മോർണിംഗ് വാക്കാണ്. ഇത് തലയാറാണ്. ഇന്നിവിടെ ചെറിയ രീതിയിലുള്ള മഴയുണ്ട് കേട്ടോ. രാവിലത്തെ ഈ ക്ലൈമറ്റിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. മൂന്നാർ മറയൂർ റൂട്ടിൽ ഏകദേശം ഒരു 45 മിനിറ്റ് ട്രാവൽ ചെയ്താൽ തലയാറിലെത്തിച്ചേരാം. ബസ്സിലെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർക്ക് അരമണിക്കൂർ മതിയാവും. എന്നാൽ ട്രാഫിക്കുള്ള ദിവസങ്ങളിൽ അതും പോരാതെ വരും. തലയാറിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ചായപ്പൊടി. തലയാർ ടീ വളരെ ഫേമസ് ആണ്. അതുപോലെ തന്നെ മൂന്നാറിൽ വിസിറ്റേഴ്സിനെ അലോ ചെയ്തിട്ടുള്ള ചുരുക്കം ചില ടീ ഫാക്ടറീസിൽ ഒന്നായ തലയാർ ടീ ഫാക്ടറി ഇവിടെയാണുള്ളത്. ഈ റൂട്ട് മൂന്നാർ ഉടുമൽപേട്ട്, മൂന്നാർ കാന്തല്ലൂർ എന്നിവിടങ്ങളിലേക്ക് കൂടിയുള്ളതാണ് കേട്ടോ. മൂന്നാർ ഉടുമൽപേട്ട് KSRTC സർവീസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ വരുന്ന TSRTC ബസ് ഉണ്ടല്ലോ, അത് തമിഴ്നാടിൻ്റെ ഉടുമൽപേട്ട് മൂന്നാർ സർവീസാണ് കേട്ടോ. അതുപോലെ തന്നെ മൂന്നാർ കാന്തല്ലൂരിന് KSRTCയും പിന്നെ ഏതാനും ചില പ്രൈവറ്റ് ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. ഒരു മലയിറങ്ങിയാണ് തലയാറിലേക്ക് എത്തിച്ചേരേണ്ടത്. അവിടെ വളരെ മനോഹരമായ കാഴ്ചകളുണ്ട്. മുകളിൽ നിന്ന് വരുമ്പോൾ കാണുന്ന തലയാർ ടീ ഫാക്ടറി വേറിട്ട ഒരു അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. മൂന്നാറിലെ ഈ കാലാവസ്ഥ എല്ലാവർക്കും അത്ര സുഖകരമായിരിക്കില്ല കേട്ടോ, പ്രത്യേകിച്ച് ലോ റേഞ്ചിൽ നിന്ന് വന്ന് താമസിക്കുന്നവർക്ക്. എന്നാൽ കുറേ കഴിയുമ്പോൾ അതൊക്കെ മാറി വരുന്നുണ്ട്. കണ്ടോ, എന്ത് ഭംഗിയാണ് ആ മലനിരകളൊക്കെ കാണാനായിട്ട്. അങ്ങ് ദൂരെ കാണുന്ന അതിലേ കേട്ടോ നമ്മൾ ഇറങ്ങി വരുന്നത്. തലയാറിൽ നിന്ന് മറയൂർ പാർക്കിലേക്ക് 20 കിലോമീറ്ററും ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലേക്ക് 38 കിലോമീറ്ററുമാണ് കേട്ടോ ഉള്ളത്. അതുപോലെ തന്നെ ശബരിമലയ്ക്ക് 221 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത്. ഇതാണ് കേട്ടോ തലയാർ ജംഗ്ഷൻ. തലയാർ ഫാക്ടറിയിലേക്കുള്ള മെയിൻ എൻട്രി ഇവിടെ നിന്നാണ് കേട്ടോ. ഒരു ടീ സെയിൽസ് ഔട്ട്ലെറ്റും ഉണ്ട്. പിന്നെ ഇവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ, പല വിധത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ട്. കൊങ്ങിണിപ്പൂവാന്ന് തോന്നുന്നു ഇത്. പിന്നെ വേറൊരു തരം പൂവുണ്ട്, ഒരു വയലറ്റ് കളറിലുള്ളത്. അത് എന്ത് പൂവാന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും പറഞ്ഞാറിനെ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.